നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ CPM നടത്തിയതെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ജില്ലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാണഞ്ചേരി, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ധർണ നടത്തി. സ്വരാജ് റൌണ്ടിൽ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കൌൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചുവെന്ന് മേയർ. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ മണ്ണുത്തി കാർഷിക സർവകലാശാല സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ ഡോക്ടർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ നടന്നതെന്നും CPM രാഷ്ട്രീയ നേതൃത്വം നേരിട്ട് നടത്തിയ വൻ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുമാണിതെന്ന് ശോഭ സുരേന്ദ്രൻ. കള്ളപ്പണം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ AKG സെന്ററിന്റെ പേരുമാറ്റി പിണറായി സെന്റർ എന്നാക്കണമെന്നും ശോഭ. സഹകരണ മേഖലയിലെ ഇടതുപക്ഷ കൊള്ളയ്ക്കെതിരെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സമിതി അംഗം പ്രിന്റു മഹാദേവ് ആമുഖ പ്രഭാഷണം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അജിഘോഷ്, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V. ആതിര, സുധീഷ് മേനോത്ത് പറമ്പിൽ, പൂർണിമ സുരേഷ്, സർജു തോയക്കാവ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ തുടങ്ങിയവരും പ്രസംഗിച്ചു. വിനോദ് പൊള്ളാഞ്ചേരി, N. പ്രസാദ്, റിക്സൺ ചെവിടൻ, പ്രവീൺ, വിൻഷി അരുൺകുമാർ, വിപിൻ എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ പഞ്ചായത്ത് 10ാം വാർഡ് 49ാം നമ്പർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 27 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി നിർമ്മിക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ മേരി തോമസ്, സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, സൈമൺ നമ്പാടൻ, കപിൽ രാജ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദേശീയപാത 544-ൽ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ആസൂത്രണമില്ലാതെയും അശാസ്ത്രീയമായും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു. തകർന്നു കിടക്കുന്ന സർവീസ് റോഡുകളാണ് വാഹനങ്ങൾ കടന്നുപോകാൻ ഉള്ളത്. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുടിക്കോട് അടിപ്പാത പരിസരത്ത് പ്രതിഷേധം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷനായി. DCC ഭാരവാഹികളായ ML ബേബി, അഡ്വക്കേറ്റ് സിജോ കടവിൽ, KC അഭിലാഷ്, KPCC അംഗം ലീലാമ്മ ടീച്ചർ, MU മുത്തു, ജേക്കബ് പോൾ, ഭാസ്കരൻ ആധുംകാവിൽ, ബാബു തോമസ്, ബിന്ദു കാട്ടുങ്ങൽ, ജോസ് മയനാട്ടിൽ, CS ശ്രീജു, ജിത് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ VB ചന്ദ്രൻ, റെജി പാണ്യംകുടിയിൽ, BS എഡിസൺ, ഷിബു പോൾ, KP പൗലോസ് തുടങ്ങിയവരും നേതൃത്വം നൽകി. അപകടകരമായ ഹോട്ട്സ്പോട്ടുകൾ മാറ്റുന്നതിന് വേണ്ടി UPR വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി നടക്കുന്നു. അതുപോലെ തന്നെ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. പക്ഷെ കേരളത്തിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രി ഓരോ കിലോമീറ്ററിന്റെ പണി ഞങ്ങൾ വിശദമായി അത് പരിശോധിക്കുന്നു, സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പണിയുന്നത് എന്ന് എല്ലാ ആഴ്ചയിലും റിലീസ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ട് നമ്മൾ. അവർ പറയുന്നത് ഞങ്ങൾ 6000 കോടി സംസ്ഥാന സർക്കാർ കൊടുത്തു എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്, ഹരിയാന കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് കൊടുത്തിട്ടുണ്ട്. അവരാരും തന്നെ ഇത് ദേശീയപാത അതോറിറ്റി പണിയുന്ന റോഡ് ഞങ്ങളുടെ കുട്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് അതിന് നേതൃത്വം വഹിക്കുന്നതെന്ന് ഒരു സംസ്ഥാന സർക്കാരും പറഞ്ഞിട്ടില്ല. മറിച്ച് മുഹമ്മദ് റിയാസാണ് പറഞ്ഞത് ഈ റോഡിന്റെ എല്ലാ പണികളും ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് നാം എടുക്കുന്നതിന് മുമ്പ് ആ 66 ദേശീയപാതയിലെ പല ഭാഗങ്ങളും ആ റോഡ് തള്ളിപ്പോകുന്ന കാഴ്ച നാം കണ്ടു. സത്യത്തിൽ എന്താ ഉണ്ടായത്? ദേശീയപാത അതോറിറ്റിയാണ് റോഡ് പണിയുന്നത്. ദേശീയപാത അതോറിറ്റി പലർക്കും കരാർ കൊടുത്തിരിക്കുകയാണ്.
ആ കരാർ കൊടുക്കുമ്പോൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയില് വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കേരളത്തിൽ റോഡ് പണിയുമ്പോൾ കേരളത്തിലെ പരിസ്ഥിതിയെ കണക്കിലെടുക്കണം, മഴയെ കണക്കിലെടുക്കണം, കാലാവസ്ഥയെ കണക്കിലെടുക്കണം. അങ്ങനെ റോഡ് പണിയാതെ അതുപോലെ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയെ കുറിച്ച് പഠിച്ചിട്ട് വേണം റോഡ് പണിയാൻ. അല്ലാതെ പാലത്ത് മണ്ണ് കയറ്റി അങ്ങനെ മണ്ണ് കുന്നു ഇടിച്ച് ആ മണ്ണ് കൊണ്ടുവന്ന് അത് വെക്കണം അണ്ടർ പാസേജ് അടക്കം വലിയ ഹൈറ്റ് റോഡ് പണിയുമ്പോൾ അത് ദുരിതമായി മാറും. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ദേശീയ പാത അതോറിറ്റിയിൽ വീഴ്ച വന്നപ്പോൾ ഇപ്പോൾ 66 റോഡ് നാഷണൽ ഹൈവേ 66ന്റെ സെൻട്രൽ ഗവൺമെന്റ് സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. ആ പണിത റോഡിന്റെ സുരക്ഷ ഓഡിറ്റിംഗ് നടത്തി അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആ റോഡിലൂടെ ഗതാഗതം ചെയ്യാൻ സുരക്ഷിതമായി ഗതാഗതം ചെയ്യാൻ സാധിക്കൂ എന്നറിയണമോ? ഈ മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ കേസ് വന്നപ്പോ ഈ റോഡ് അശാസ്ത്രീയമായും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടതിയിൽ പോയത്. കോടതി കമ്മീഷന് വെച്ചു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ കൂടെ മാത്രമേ ഈ മണ്ണുത്തി വടക്കുംചേരി 25.5 കിലോമീറ്റർ ദൂരം പണിയാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതിയിൽ ഉത്തരവുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. അന്ന് ഈ റോഡ് പണിയുമ്പോൾ ഈ മേൽപ്പാലങ്ങൾ പണിയുമ്പോൾ നിങ്ങൾക്കറിയാം, മണ്ണുത്തിയിൽ മേൽപ്പാലം പണിയുമ്പോൾ അതിന്റെ മുകളിൽ അവർ നെറ്റ് വിരിച്ചിരുന്നു. കോർപ്പറേഷൻ കണ്ടെത്തിയ 271 അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ ഉൾപ്പെട്ട സ്വരാജ് റൗണ്ടിലെ കുറുപ്പം റോഡിനും മാരാർ റോഡിനും ഇടയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കുന്നു. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് കോർപ്പറേഷൻ കണ്ടെത്തിയ 271 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചത്. 4 കെട്ടിടങ്ങൾ കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ നിലംപതിച്ചു. സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിലും മഴയിലും വലിയ തോതിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതോടൊപ്പം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ ഉൾപ്പെട്ട സ്വരാജ് റൗണ്ടിലെ കുറുപ്പം റോഡിനും മാരാർ റോഡിനും ഇടയിലുള്ള കെട്ടിടം 2 ദിവസം മുൻപ് ഭാഗികമായി തകർന്നു വീണു. അടിയന്തരമായി ഇത് പൊളിക്കേണ്ടത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത്യന്താപേക്ഷിതമാണ്. നിയമ നടപടികൾ പൂർത്തീകരിച്ച് കോർപ്പറേഷന്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ പൊളിച്ചു നീക്കുകയാണ്. വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് ലിസ്റ്റിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങൾ ഉടമകൾ തന്നെ സ്വമേധയാ പൊളിച്ചുമാറ്റി മാതൃക കാണിക്കേണ്ടതാണ്. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ സംസ്ഥാനതല ഫ്ളാഗ് ഓഫ് പരിപാടി നടത്തി. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലും കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയവും രാജ്യത്തുടനീളം കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മെയ് 29 രാവിലെ 9:30 കേരള കാർഷിക സർവകലാശാല കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് നടന്നു. നൂതന കാർഷിക സാങ്കേതിക വിദ്യകളുടെ വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ LED സ്ക്രീൻ ഉൾപ്പെടെയുള്ള വാഹനം കേരള കാർഷിക സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജേക്കബ് ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷയായി. KVK തൃശൂരിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മേരി റെജീന എഫ്, NBPGR തൃശൂർ റീജിയണൽ സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ K പ്രദീപ്, കേരള കാർഷിക സർവകലാശാലയുടെ സ്ഥാപന മേധാവികൾ, ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ലീഡ് ബാങ്ക് മാനേജർ അജയ് എന്നിവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരം മോടികൂട്ടി. ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ കീഴിൽ 113 ഗവേഷണ സ്ഥാപനങ്ങൾ, 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകൾ തുടങ്ങിയവയിലെ ശാസ്ത്രജ്ഞരും വിദഗ്ധരും ദേശീയ തലത്തിൽ നടക്കുന്ന പ്രചരണത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വിളകൾക്കായുള്ള പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് കർഷകരെ അറിയിക്കുക, പ്രകൃതി കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക, മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കി വിള തിരഞ്ഞെടുക്കാൻ നിർദ്ദേശം നൽകുക, രാസവളങ്ങളുടെ സന്തുലിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ സ്മാർട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുക, സർക്കാർ പദ്ധതികൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നിങ്ങനെയുള്ളതാണ് പ്രധാന ലക്ഷ്യങ്ങൾ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കേരള കാർഷിക സർവകലാശാലയും ഒത്തൊരുമിച്ചാണ് ഇതിൽ കർഷകർക്ക് വേണ്ടി നടത്തുന്ന വിവിധ പദ്ധതികളുണ്ട്. കർഷകരുടെ ഗുണമേന്മയ്ക്കുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളെ പറ്റിയാണെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവാനും കർഷകർക്ക് പ്രത്യേകിച്ചും ഒരു ബോധവൽക്കരണം കൊടുക്കാനും അവബോധം കൊടുക്കാനുമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ യാത്ര ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കേരള കാർഷിക സർവകലാശാലയിലെ KVK കൃഷി വിജ്ഞാന കേന്ദ്ര തൃശ്ശൂർ നിന്ന് ആരംഭിക്കുന്ന ഈ പദ്ധതി ഈ കേരളത്തിലെ ഇന്നത്തെ ആദ്യത്തെ ഒരു ചുവടുവയ്പ്പാണ്.
ഇത് എല്ലാ ജില്ലകളിലും കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം നടപ്പിലാക്കുന്ന പദ്ധതിയെപ്പറ്റിയും അതോടൊപ്പം തന്നെ കർഷകരുടെ സംശയങ്ങൾക്കുള്ള ദൂരീകരണം ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് നിവാരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു യാത്രയായിട്ടായിരിക്കും ഇത് നടക്കുക. ജില്ലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ധർണ. നിർമ്മാണങ്ങളിൽ മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ച് ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ വ്യാപകമായി നടക്കുന്ന സമര പരമ്പരകളുടെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ ധർണ നടത്തിയത്. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, UDF ചെയർമാൻ NA സാബു, SAA ആസാദ് തുടങ്ങിയവരും പ്രസംഗിച്ചു. വേനൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും അതനുസരിച്ച് പദ്ധതികൾ ക്രമീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര സർക്കാരിന്റെ ദേശീയപാത അതോറിറ്റിയോ തയ്യാറായില്ല. അതിന്റെ അനന്തരഫലമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമിയെടുപ്പ് നടത്തി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും ഒക്കെ പടം വെച്ച് അതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നിരന്തരമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറത്തും കാസർഗോഡും കോഴിക്കോടുമൊക്കെ ദേശീയപാതയുടെ പണി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത്, അടക്കം മണ്ണിടിച്ചിലുണ്ടായത്. പൂർത്തിയായി ഉദ്ഘാടനത്തിന് തീരുമാനിച്ച റോഡ് പോലും പൊളിയുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഏജന്റായ കോർപ്പറേറ്റ് മുതലാളിയായ അദാനിക്ക് ഈ റോഡ് ദേശീയപാതയുടെ പണി കൊടുക്കുകയും ആ പണിയിൽ നിന്ന് 1000 കോടി രൂപയോളം താത്തി മറ്റു പലർക്കുമായി അതിന്റെ പ്രവർത്തനങ്ങൾ വീതിച്ചു കൊടുക്കുകയും ചെയ്ത് പദ്ധതി പ്രവർത്തനങ്ങൾ തൊടാതെ അതിലേർപ്പെടാത്ത അദാനി ഗ്രൂപ്പിന് 1000 കോടി രൂപയാണ് ഈ വക. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന സാധുക്കളായ വിധവകൾക്കും നിയമപരമായി വിവാഹമോചനം നേടിയവർക്കും പുനർവിവാഹത്തിന് ധനസഹായം നൽകുന്ന മംഗല്യ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25,000 രൂപയാണ് ലഭിക്കുക. 18നും 50നും ഇടയിൽ പ്രായമുള്ള BPL മുൻഗണന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. പുനർവിവാഹം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അപേക്ഷിക്കേണ്ടതാണ്. www.shemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487234150. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ
ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഒല്ലൂക്കര ക്ഷീരവികസന യൂണിറ്റിന്റെയും വലക്കാവ് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. വലക്കാവ് ക്ഷീരസംഘം ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. വലക്കാവ് ക്ഷീരസംഘം പ്രസിഡന്റ് TK ശശികുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു മുഖ്യാതിഥിയായിരുന്നു. നടത്തറ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ EN സീതാലക്ഷ്മി, പഞ്ചായത്ത് അംഗം TP മാധവൻ, ജിനോ TC, ഒല്ലൂക്കര ക്ഷീരവികസന ഓഫീസർ K ജയലക്ഷ്മി, ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ സ്മൃതി വാസുദേവൻ, ഹീര സുരേഷ് എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് AP ജോർജ് സ്വാഗതവും സെക്രട്ടറി ER ആനി നന്ദിയും അറിയിച്ചു. പുത്തൂർ വെറ്ററിനറി സർജൻ ഡോക്ടർ സുമി ചന്ദ്രൻ കന്നുകാലികളിലെ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. അങ്ങനെ കൊടുത്തയക്കുന്ന പാല്, ശുദ്ധമായ പാല്, കർഷകന്റെ ഭാഷയിൽ പറഞ്ഞ ശുദ്ധമായ പാല്, ആ പാല് അവരവിടെ നിന്ന് മടക്കി അയക്കുമ്പോ, പാലാണ് ഇവിടെ നിന്ന് കൊടുത്തയച്ചതെങ്കിൽ അവര് മടക്കി കൊണ്ടുവരുമ്പോ പാലും തൈരുമല്ലാത്ത സാധനമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരല്പം മധുരം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഐസ്ക്രീമായി അതിന് ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ആ ദുരവസ്ഥയിൽ നിന്നെല്ലാം മാറി വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ക്ഷീരകർഷക മേഖല. എന്നാലും നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ഈ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ, വളർത്തിക്കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരുപക്ഷെ അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പോഷകസമൃദ്ധമായ ഭക്ഷ്യപദാർത്ഥം എന്ന കാഴ്ചപ്പാട് ഭരണകൂടവും പൊതുജനങ്ങളും വെച്ചു പുലർത്തുന്നതിന്റെ ഭാഗമായിട്ടാകാം കുറഞ്ഞ വിലയ്ക്ക് പാലെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് ഒരു ധാരണ വെച്ചു പുലർത്തി ഇതിനൊരു പരിധി വിട്ട് വില ഉയർത്താത്ത തരത്തിൽ പാലിന്റെ വില നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. പാലിന് ആണ് വില യഥാസമയം കൂടാത്തതെങ്കിലും അതിന്റെ അനുബന്ധ മേഖലകളിൽ മാടക്കത്ര പഞ്ചായത്ത് 3-ാം വാർഡിൽ പുതുനഗർ SC കോളനിയിലെ 50ഓളം കുടുംബങ്ങൾക്ക് 1.5 മാസത്തോളമായി കുടിവെള്ളം മുടങ്ങിയിട്ട് പൊങ്ങണക്കാട് വാഴാനി റോഡിന്റെ പണി നടക്കുന്നത് മൂലം പൈപ്പുകൾ എടുത്തു മാറ്റിയതാണ് കാരണം. നാളിതുവരെയായിട്ടും പൈപ്പുകൾ നന്നാക്കാത്തതും കാരണമാണ്. പഞ്ചായത്തിൽ പലതവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാതെയായപ്പോൾ BJP പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്തുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടു. ഓഫീസിലെത്തി 3 മണിക്കൂറിനുള്ളിൽ പുതുനഗറിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടി സുരേഷ് ഗോപി സ്വീകരിച്ചു. എല്ലാവരിലേക്കും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി പൈപ്പ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി നേരിട്ടെത്തി കോളനി നിവാസികളുമായി നേരിൽ കണ്ട് SC കോളനി നിവാസികളുമായുള്ള ആശയവിനിമയം നടത്തി. BJP പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത്, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, PK ബാബു, അരുൺ K ദിവാകരൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി, യൂറോളജി, റേഡിയോ ഡയഗ്നോസിസ്, ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ജൂൺ 9 രാവിലെ 11 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. 73,500 രൂപയാണ് പ്രതിമാസ വേതനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം, പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം രാവിലെ 10 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളകുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 048722003110. കേന്ദ്ര സർക്കാർ അംഗീകൃത തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിലധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. SSLC, +2, ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7994449314. തൊഴുത്തിൽ താമസിച്ചും പാതയോരത്തെ പ്രകാശത്തിലിരുന്ന് പഠിച്ചും ദുരിതങ്ങളോട് പടവെട്ടി SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കാര്യാട് കുണ്ടുക്കാട്ടുപറമ്പിൽ രാജീവ് സജിത ദമ്പതികളുടെ മകൻ അഭിനവിനെ തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. അഭിനവിന്റെയും കുടുംബത്തിന്റെയും ചിരകാല സ്വപ്നമായ അടച്ചുറപ്പുള്ള വീട് രാജീവ് ഗാന്ധി പഠന കേന്ദ്രത്തിന്റെയും ഉദാരമതികളുടെയും സഹായത്തോടെ തുക കണ്ടെത്തി നിർമ്മിച്ചു നൽകുമെന്നും
നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു മാസ്റ്റർ അറിയിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PV വിനയൻ, മലാക്ക വാർഡ് പ്രസിഡന്റ് KM അബൂബക്കർ, ബൂത്ത് പ്രസിഡന്റ് KK ഷൈജു, ശശിപ്രഭ, സതീഷ് പള്ളിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 2025 ബക്രീദ് സ്കൂൾ അധ്യയന വർഷത്തോടനുബന്ധിച്ച് മെയ് 30 മുതൽ ജൂൺ 5 വരെ ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 10% സ്പെഷ്യൽ റിബേറ്റ് ഉൾപ്പെടെ മൊത്തം 30% വരെ റിബേറ്റ് ഉണ്ട്. ബോർഡിന്റെ ജില്ലയിലെ വിവിധ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിലും ഖാദി സൗഭാഗ്യങ്ങളിലും ഖാദി കോട്ടൺ, സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്ക് റിബേറ്റ് ഉണ്ട്. ഖാദി വസ്ത്രധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാവരും ഈ റിബേറ്റ് കാലയളവിൽ ഷോറൂമുകൾ സന്ദർശിക്കുകയും ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്യണമെന്ന് പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9995772858. കുന്നംകുളം പ്രസ് ക്ലബിന്റെ സംസ്ഥാനതല മാധ്യമ പുരസ്കാരം നേടിയ തെക്കുംകര മലാക്ക സ്വദേശി TD ഫ്രാൻസിസിനെ CT ദേവസി സ്മാരക ട്രസ്റ്റ് അനുമോദിച്ചു. ചെയർമാൻ PJ രാജു സ്നേഹോപഹാരം നൽകി. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, TA ശങ്കരൻ, K ചന്ദ്രശേഖരൻ, AR കൃഷ്ണൻകുട്ടി, KR സന്ദീപ്, വിനോദ് മാടവന, അഡ്വക്കേറ്റ് അഖിൽ P സാമുവേൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനതല അച്ചടി മാധ്യമ പുരസ്കാരത്തിന് അർഹനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ TD ഫ്രാൻസിസ്. വർഷങ്ങളായി നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും നമ്മുടെ കൂടെ ഒരു സഹോദരനെ പോലെ എല്ലാത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന TD ഫ്രാൻസിസിന് ഈ അവാർഡ് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആഹ്ലാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ ചെറിയ ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയും മികച്ച രീതിയിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്താൻ ശ്രീ TD ഫ്രാൻസിസിനാകുന്നു എന്നുള്ളത് ഈ മച്ചാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമാണ്. അദ്ദേഹം വർഷങ്ങളോളം വീണയിൽ എന്ന ദൃശ്യമാധ്യമത്തിലും അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. 2019 ദൃശ്യമാധ്യമ വിഭാഗത്തിലും ഏറ്റവും മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ 2025 അച്ചടി മാധ്യമ വിഭാഗത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന തലത്തിൽ തന്നെ ഈ അവാർഡ് ലഭിച്ചു എന്നുള്ളത് ഏറെ അഭിമാനം ഉള്ള ഒരു വസ്തുതയാണ്. കേരള ഗവൺമെന്റിയുടെ ലേഖകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് ഫ്രാൻസിസിന് എത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് മാധ്യമ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ സത്യസന്ധമായുള്ള മാധ്യമ പ്രവർത്തനം, അതാണ് മാധ്യമ കർമ്മം. തീർച്ചയായും ഫ്രാൻസിസ് എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ആ മാധ്യമ പ്രവർത്തനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 55 വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് 30,000 രൂപ ധനസഹായം നൽകുന്ന സഹായഹസ്തം പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഓൺലൈൻ വഴി മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുക. ഒക്ടോബർ 1 വരെ സമയമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടാതെ ഫോൺ നമ്പർ 0487236150. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. 50ാമത് തവണ രക്തദാനം നിർവഹിച്ച് തൈക്കാട്ടുശ്ശേരി സ്വദേശി ജെറോം ജോൺ രക്തദാനത്തിൽ മാതൃകയാകുന്നു. വർഷങ്ങളായി ഈ രംഗത്ത് സേവനം ചെയ്യുന്ന തൈക്കാട്ടുശ്ശേരി സ്വദേശി ജെറോം ജോൺ ആണ് IMA ബ്ലഡ് ബാങ്കിൽ 50ാമത് തവണ രക്തദാനം നടത്തിയത്. ഒല്ലൂർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ IMAയിൽ സംഘടിപ്പിച്ച ക്യാമ്പിലാണ് രക്തം നൽകിയത്. അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതിന്റെ ഓർമ്മയ്ക്കായി മധുരം നൽകിയും ബൊക്കെ നൽകിയും അദ്ദേഹത്തെ ആദരിച്ചു. 25ാമത് രക്തദാനം 15 വർഷം മുൻപ് വിവാഹദിനത്തിലായിരുന്നു.
താലികെട്ട് ചടങ്ങിന് ശേഷം വിവാഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ രക്തം നൽകി. വിവാഹ ദിനത്തിൽ വധു ഡെൽസിയും രക്തം നൽകി. IMAയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ബാബു പാറയ്ക്കൽ, ടൈനി ഫ്രാൻസിസ്, ബൈജു പെരിഞ്ചേരി, മേജറ്റ് ജോണി, ആന്റണി ആൻഡ്രൂസ്, മാർട്ടിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. ഒരു അർദ്ധസഞ്ചറി എന്ന് വേണമെങ്കിൽ പറയാം. ജെറോം ഇദ്ദേഹത്തിന്റെ 50ാം തവണ ബ്ലഡ് കൊടുക്കുന്ന ചെറിയൊരു ചടങ്ങ് പോലെ സംഘടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ആളുകൾക്കും ഇതൊരു മാതൃകയാവാനായിട്ട്, ജീവിതത്തിൽ ഒരു തവണ പോലും ബ്ലഡ് കൊടുക്കാത്ത ആളുകൾ ഉള്ള സ്ഥലത്താണ് 50 തവണ ബ്ലഡ് കൊടുത്ത ആളുള്ളത്. കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കൊരട്ടി ജംഗ്ഷന് സമീപത്ത് റോഡ് അരികിൽ നിന്നിരുന്ന മണ്ണമ്പേട്ട സ്വദേശി അനുലാലിനെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനും കൈവശം വച്ചതിനും അറസ്റ്റ് ചെയ്തത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, ജൂനിയർ SI മനു പി ചെറിയാൻ, CPO ജിതിൻ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കോട്ട സ്വദേശിയുടെ വീട്ടിൽ മോഷ്ടിക്കാനായി കയറുകയും വീട്ടുകാർ ഉണർന്ന് ബഹളം വച്ചപ്പോൾ മേശപ്പുറത്തിരുന്ന മൊബൈൽ മോഷ്ടിച്ച് ഓടിപ്പോവുകയും ചെയ്ത സംഭവത്തിലാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ FIR. പ്രതി മാള കുരുവിലശ്ശേരി താണിശ്ശേരി സ്വദേശി ജോമോനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. മാള പോലീസ് സ്റ്റേഷനിൽ 4 മോഷണ കേസിലും ആലുവ ചെങ്ങമനാട് സ്റ്റേഷനിലും പ്രതിയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നെല്ലായിലുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് 2 മോട്ടോർ സൈക്കിളുകൾ മോഷണം ചെയ്ത കേസിലെ പ്രതികൾ റിമാൻഡിൽ. മോട്ടോർ സൈക്കിളുകൾ കടത്താൻ ഉപയോഗിച്ച പിക്കപ്പ് വാനും കസ്റ്റഡിയിലായി. നന്ദിക്കര സ്വദേശി വിനീഷിന്റെ ഉടമസ്ഥതയിൽ നെല്ലായി വർക്ക്ഷോപ്പിന് മുൻവശത്ത് പണിയാൻ വെച്ചിരുന്ന ബൈക്കുകളാണ് മോഷണം പോയത്. പട്ടാമ്പി രായമംഗലം സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ശ്രീജിത്ത് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വിനീഷിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയായിരുന്നു. പല ജില്ലകളിൽ 25ഓളം മോഷണ കേസുകളുണ്ട്. വിപിനും റാഷിദും ചേർന്നെടുക്കുന്ന വാഹനങ്ങൾ ശ്രീജിത്ത് പാർട്സ് ആക്കി പട്ടാമ്പിയിലെ പോളി മാർക്കറ്റിൽ വിൽക്കുകയാണ് പതിവ്. ഇവരെ പിടിച്ചത് പല ജില്ലകളിലുള്ള മോഷണ കേസുകൾക്ക് തെളിവാവുകയാണ്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ ബിനോയ് മാത്യു, ASI ആഷ്ലിൻ ജോൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വർഗീസ്, ഡെനിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ ബാങ്കിൽ CPM നടത്തിയതെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. ജില്ലയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാണഞ്ചേരി, വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ ധർണ നടത്തി. സ്വരാജ് റൌണ്ടിൽ അപകടാവസ്ഥയിലുള്ള 271 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ കൌൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചുവെന്ന് മേയർ. വികസിത കൃഷി സങ്കൽപ് അഭിയാൻ മണ്ണുത്തി കാർഷിക സർവകലാശാല സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ ഡോക്ടർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.